പിന്നീട് ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ ശക്തമായ നിയമ പോരാട്ടത്തിലൂടെ 2 വർഷത്തിന് ശേഷം സുജിത്തിന് ലഭ്യമായപ്പോൾ അത് മാധ്യമങ്ങളിൽ വന്നു. അപ്പോൾ ഗവൺമെൻറ് ചെയ്യേണ്ടത് എന്താണ്? ഈ അന്വേഷണ റിപ്പോർട്ട്, ഇതിൻ്റെ ഫയൽ വിളിച്ചു വരുത്തി ഈ അന്വേഷണ റിപ്പോർട്ടിൽ കുറ്റം തെളിഞ്ഞിട്ടുള്ള കണ്ടെത്തലുള്ളത് കൊണ്ട് ശിക്ഷയുടെ കാര്യത്തിൽ വന്ന ഈ അപാകത, ആനുപാതികമായിട്ട് ശിക്ഷ നൽകിയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കണക്കിലെടുത്തുകൊണ്ട് ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ടുള്ള ശിക്ഷാ നടപടി പ്രഖ്യാപിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ സസ്പെൻഷൻ എന്താണ്? സസ്പെൻഷൻ എന്ന് പറയുന്ന അതിൽ തന്നെ ഒരു ശിക്ഷയല്ല. സാധാരണഗതിയിൽ ഒരു ആരോപണം, ഒരു കുറ്റകൃത്യം ആരോപിക്കപ്പെട്ട ഒരു വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളെ സസ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്? അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ്, അന്വേഷണ വിധേയമായിട്ടാണ്, അന്വേഷണത്തെ അവർ സ്വാധീനിക്കാതിരിക്കാനാണ്. ഇവിടെ അന്വേഷണം നടന്നു കഴിഞ്ഞു, അതിൽ ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടു കഴിഞ്ഞു, ശിക്ഷയുടെ അപാകത സംബന്ധിച്ചാണ് തർക്കം ഉയർന്നിട്ടുള്ളത്. ഈ കുറ്റത്തിന് ആനുപാതികമായ ശിക്ഷ നൽകുകയാണ് വേണ്ടത്. ക്രൈം രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണം. ഈ കുറ്റവാളികൾക്ക് അർഹിക്കുന്ന അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക എന്ന ആ ശിക്ഷ നൽകണം. അതിന് പകരം സസ്പെൻഡ് ചെയ്ത് അവരെ മാറ്റി നിർത്തി രക്ഷിക്കാനുള്ള ഗവൺമെന്റിന്റെ കുതന്ത്രം വിലപ്പോവില്ല. അത് ഞങ്ങൾ അംഗീകരിക്കില്ല.